നിക്ക്, നിങ്ങളിത് എന്നെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നേ? ഈ റെസ്റ്റോറന്റ് നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വലിയ ബിസിനസ്സുകാരും പണക്കാരുമാ ഇവിടെ വരുന്നത്. എടാ, എന്റെ ഡ്രസ്സ് എന്നെ ഒന്ന് നോക്ക്. റോഡിൽ ഫുട്പാത്തിലെ ഡ്രസ്സ് വെക്കുന്ന ചേച്ചിയെ പോലും ഉണ്ട് എന്നെ കാണാൻ. നീ എന്തൊക്കെയാ പറയുന്നേ? അബി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നോക്ക്. വലിയ വലിയ ആളുകളാ അവിടെ ഇരിക്കുന്നത്. എടീ, നിന്നെ കാണാൻ കിടു ലുക്കാണ്. ട്രസ്റ്റ് മീ. അബി, ഇത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റാ. നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിന് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പോലും പൈസ തികയില്ല. അനന്യ, നീ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ആലോചിക്കണ്ട. നിന്റെ ബർത്ത്ഡേ അല്ലേ, വാ. ആണോ? നീ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് ഡെലിവറി ചെയ്തുണ്ടാക്കിയ പൈസ ഒറ്റയടിക്ക് പൊട്ടിക്കണം. അനന്യ, നീ അത് എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ ടേബിൾ നമ്പർ 3 പോകുന്നു, നീ അങ്ങോട്ടേക്ക് വാ. വേണ്ട. അനന്യ അഭിയെ തടയാൻ വേണ്ടി അവന്റെ പുറകെ പോയി. വേഗത്തിൽ പോയപ്പോൾ അവൾ അറിയാതെ റെസ്റ്റോറന്റിൽ വന്ന ഒരു ബിസിനസ്സുകാരനെ തട്ടി. അയാളുടെ വില കൂടിയ കോട്ടിൽ റെഡ് വൈൻ വീണു. അയാൾ ദേഷ്യത്തിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. സോറി, ഞാൻ കണ്ടില്ല. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? നിന്നെ പോലത്തെ ലോക്കൽസിനൊക്കെ ഈ ഹോട്ടലിൽ കയറ്റിയത് ആരാ? നിനക്കറിയോ ഈ സൂട്ടിന്റെ വില എന്താണെന്ന്? 20 ലക്ഷത്തിന്റെ സ്യൂട്ടാണ് നീ വൈനൊഴിച്ച് കറയാക്കിയത്. സർ, ഞാൻ പറഞ്ഞില്ലേ സോറി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ സോറി. നീ എന്താ വിചാരിച്ചേ? സോറി പറഞ്ഞ ഞാനങ്ങ് വിടുവെന്നോ? ഈ സ്യൂട്ടിന്റെ വില നീ തരൂ. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. അരെ വാ, ഇതേതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ നടൻ. നിനക്ക് ഈ റെസ്റ്റോറന്റ് സ്റ്റാൻഡേർഡിനെ പറ്റി അറിയില്ലേ? ഇതൊന്നും അറിയാതെ വലിഞ്ഞു കയറി വന്നേക്കോണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം എന്റെ ഭാര്യയോട് മാപ്പ് പറയും. എടാ വേണ്ട. ഓ, ഞാൻ നിന്റെ ഭാര്യയോട് മാപ്പ് പറയണമല്ലേ? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാവോ? എടാ, നമുക്ക് മാപ്പ് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഹീസ് ഓണർ ഓഫ് ഷിങ്കാനി ഇൻഡസ്ട്രി. പ്ലീസ്. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ ഭാര്യയോട് മാപ്പ് പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് നീ ദുഃഖിക്കും. അഭിനവിന്റെ ഭീഷണി കേട്ട ഉടനെ തന്നെ ആ പണക്കാരൻ ചുറ്റും നോക്കി. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുന്നിൽ അയാൾ അപമാനിതനായി നിന്നു. ഞാൻ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ് രാജാവാണ്. നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് എന്റെ റേഞ്ച്. മന്ത്രിമാരും MLA മാരും അല്ലേ എന്റെ പോക്കറ്റില്. ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ജീവിതം എനിക്ക് തകർക്കാൻ. ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, പിന്നെ നീ തീർന്നു. നിന്റെ ഈ ബിസിനസ് പിന്നെ ഉണ്ടാവില്ല. തകർത്ത് കളയും ഞാൻ. എന്താ കാണണോ? അഭിനവ് അങ്ങനെ വെല്ലുവിളിച്ച ശേഷം അവൻ അവന്റെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ ആ പണക്കാരന് ഒരു ഫോൺ വന്നു. ആ ഫോൺ വന്ന ഉടനെ തന്നെ ആ പണക്കാരന്റെ മുട്ടിടിക്കാൻ തുടങ്ങി. വാട്ട്? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ നമ്മുടെ മുതലാളിയുടെ മോനോട് കയറി ഉടക്കിയോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അയാളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്ക്. ഇല്ലെങ്കിൽ നമ്മൾ കുടുംബം അടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. നീ ഇതെല്ലാം എങ്ങനെ ചെയ്തേ? നീ ശരിക്കും ആരാ? അഭിനവ് ഒരു ഹൗസ് ഹസ്ബൻഡാണ്. അവന്റെ ഭാര്യ വീട്ടിലെ സകല ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത്. അവനെ ഒരു വേലക്കാരനെ പോലെയായിരുന്നു അവന്റെ അമ്മായിയമ്മ കണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന്റെ അമ്മായിയമ്മ അവനെ തടഞ്ഞു. എങ്ങോട്ടാ രാവിലെ ഒരുങ്ങിക്കെട്ടി? നീങ്ങ് വാ, എന്റെ കാലൊന്ന് മസാജ് ചെയ്തതാ. ചെറിയ വേദനയുണ്ട്. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് കാല് മസാജ് ചെയ്തു തന്നാ മതിയോ? നീ എവിടെ പോകുന്നു? എല്ലാ ദിവസവും ഒരുങ്ങിക്കിട്ടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. എന്റെ മോളുടെ സമ്പാദ്യം ദൂർത്തടിച്ച് ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേ? അവളുടെ പൈസക്ക് പുറത്ത് ആരെയോ കാണാൻ പോകുന്നു. പുറത്തു നടക്കുന്ന വഴക്ക് കേട്ട് അഭിനവിന്റെ ഭാര്യ അനന്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഇവിടെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്നോട് ചോദിക്കാതെ നീ നിന്റെ ഭർത്താവിനോട് ചോദിക്ക്. ഒരു പണിക്കും പോവാതെ നിന്റെ ഭർത്താവ് ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നീ ഇപ്പൊ തന്നെ അവൻ ഇവിടുന്ന് ഇറക്കി വിടണം. അഭിനവ്, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷേ അമ്മ പറയുന്ന ജോലി നീ ചെയ്തിട്ട് പോ. അനന്യ, എനിക്കിപ്പോ നിൽക്കാൻ സമയമില്ല. നീ അത് മനസ്സിലാക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടതും തന്നെ അനുസരിക്കാത്ത മരുമോനോട് ഷർമിളയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നി. അവൻ തിരിച്ചു വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ തെരുവ് പട്ടിയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അവനൊരു പാഠം പഠിച്ചില്ലെങ്കിൽ എന്റെ പേര് ഷർമിള എന്നല്ല. അഭിനവ് അവന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യം അവനുണ്ടോ? ഇനി എന്തെല്ലാമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനവ് നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കയറി ചെന്നു. അവനെ കണ്ടതും സെക്യൂരിറ്റി അഭിനവിനെ തടഞ്ഞു നിർത്തി.
നീ ഏതാടാ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ? ചേരിയിൽ നിന്ന് ഈ ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വന്നതാണോ? ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ. മര്യാദക്ക് ഇറങ്ങിപ്പോടാ. അഭിനവന്റെ ചെരുപ്പും വേഷവും കണ്ടിട്ടാണ് അവനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഇറക്കി വിടാൻ ഒരുങ്ങിയത്. അഭിനവന് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയേ പറ്റൂ. പക്ഷെ അവന്റെ വേഷവിധാനം കണ്ട് അവനെ അവർ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ്. എന്താ പറഞ്ഞേ? വിക്രം സാറിനെ കാണാവുന്നതാണെന്ന്? നിന്നെ പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല. പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിരിക്കുന്നത്. അവന് മുതലാളിയെ കാണണമെന്ന്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ. ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂടി അഭിനവനെ ഹോട്ടലിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ബോയ് ഫ്രണ്ടും ദേവനും അവിടേക്ക് വന്നു. എടേ എക്സ് ബോയ് ഫ്രണ്ട്, ഭിക്ഷക്കാരനെ ഇങ്ങനെ അപമാനിക്കല്ലേ? കുറെ നാളായി ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഹോട്ടലിൽ ബാക്കി വന്ന വല്ല ഫുഡ് ഉണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുക്ക്. അവൻ നിന്നോളും. കുറെ നാളായുള്ള വിശപ്പുണ്ടാവും പാവം. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഭിനവ് അവന്റെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നികൃഷ്ടമായി അപമാനിക്കുന്നത്. എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല ഈ പിച്ചക്കാരൻ നിന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞത്. അവരുടെ ഈ കളിയാക്കൽ കേട്ട് അഭിനവന് കൂടുതൽ ദേഷ്യം വന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഡംബരക്കാർ ഹോട്ടലിന്റെ മുന്നിൽ വന്നിറങ്ങി. വിക്രം സാർ വന്നു. അയാൾ വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റിയും മറ്റു ഗാർഡുകളും വന്ന് കാറിനെ വളഞ്ഞു. അപ്പോഴേക്കും ആഡംബര കാറിൽ നിന്ന് വിക്രം ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയ വിക്രം ഹോട്ടലിന്റെ മുന്നിലെ ആളും ബഹളവും കണ്ട് ഇങ്ങനെ ചോദിച്ചു: ഹോട്ടലിന്റെ ലോബിയിൽ എന്താ ഇത്ര ആൾക്കൂട്ടം? അറിയില്ല സാർ. ഏതോ ഒരു ദരിദ്രവാസി വന്ന് ലോബിയിൽ അലമുണ്ടാക്കുക. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനോ ഈ ഹോട്ടലോ ഇങ്ങനെയുള്ള ദരിദ്രവാസികളെ ഒരിക്കലും എന്റർടൈൻ ചെയ്യിക്കാറില്ലെന്ന്. അവനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. വിക്രമിന്റെ വാക്ക് കേട്ടതും അയാളുടെ ഗാർഡ് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് അഭിനവനെ പുറത്തേക്കാക്കി. ഗാർഡ് അഭിനവനെ വിക്രത്തിന്റെ മുന്നിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും വിക്രമിന്റെ കണ്ണുകൾ അഭിനവന്റെ കയ്യിലെ മോതിരത്തിൽ ഉടക്കി. ആ മോതിരം കണ്ട ഉടനെ തന്നെ വിക്രമിന്റെ കണ്ണുകളിൽ ഒരു ഭയം നിഴലിച്ചു. അയാൾ ഗാർഡുകളോട് അഭിനവനെ വെറുതെ വിടാൻ ആവശ്യപ്പെട്ടു. അയാളെ വിട് സർ. അഭിനവന്റെ കയ്യിലെ മോതിരം കണ്ടിട്ടാണ് വിക്രം ഭയപ്പെട്ടത്. ടൈഗർ. ആ മോതിരം കണ്ട ഉടനെ തന്നെ കോടീശ്വരനായ വിക്രം അഭിനവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സോറി സർ, എനിക്ക് സാറിനെ മനസ്സിലായില്ല. എനിക്ക് മാപ്പ് തരൂ ടൈഗർ. എന്തുകൊണ്ടായിരിക്കാം നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിക്രം അഭിനവനെ കണ്ട് ഭയപ്പെട്ടു നിന്നത്? ആ മോതിരത്തിന്റെ കഥ എന്തായിരുന്നു? എല്ലാത്തിന്റെയും സത്യാവസ്ഥ എന്തായിരുന്നു? വിക്രവുമായി ഹോട്ടലിൽ നടന്ന സംഭവത്തെപ്പറ്റി അഭിനവ് അവന്റെ ഭാര്യ അനന്യയോട് ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അവൻ അനന്യയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി അവളുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നത്. അനന്യ മേനോന്റെ കമ്പനിയുടെ ടെൻഡർ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. ഈ ന്യൂസ് ഫ്ലാഷ് ആയതുകൊണ്ട് കൂടി അനന്യ മേനോന്റെ കമ്പനിയുടെ ഷെയർ മൂക്കുകുത്തി താഴേക്ക് വീണു. അനന്യ മേനോൻ അവരുടെ കമ്പനിക്കുണ്ടായ നഷ്ടം എങ്ങനെയാണ് നികത്താൻ പോകുന്നത്? ഗൈസ്, the situation doesn't look good. ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്. ഈ കമ്പനിയെ പൊളിച്ചു പണിയാനുള്ള ലാസ്റ്റ് ചാൻസ്. ശ്രീരാഗ് അനന്യയുടെ ഫാമിലി ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമാണ്. മുത്തശ്ശൻ ഹരിദേവ മേനോന്റെ മരണശേഷം കമ്പനി ഏറ്റെടുത്ത അനന്യ ഒരു സഹായത്തിന് വേണ്ടിയാണ് ശ്രീരാഗിനെ പാർട്ട്ണറായി കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവൻ അനന്യയോട് പ്രണയമായിരുന്നു. പക്ഷെ അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ അതിനെല്ലാം മുമ്പേ തന്നെ അനന്യയുടെ വിവാഹം ഒരു സാധാരണക്കാരനായ ഒരു ഡെലിവറി ബോയുമായി നടത്തിയിരുന്നു. കമ്പനിക്ക് ഉണ്ടായ നഷ്ടം എങ്ങനെ നികത്തണമെന്ന് അനന്യ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇപ്രകാരം പറഞ്ഞു: ടെൻഡർ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് ക്യാൻസൽ ചെയ്തു. ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓൾസോ ഡസൻസ് ലുക്സ് ഗുഡ്. ഇതിങ്ങനെ തുടർന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും നടുത്തെരുവിൽ ചെന്നിരിക്കേണ്ടതായിട്ട് വരും. മോഹിത്, നിനക്ക് നല്ലോണം അറിയാം ഈ കമ്പനി ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്റെ മുത്തശ്ശൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന്. വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രമല്ല വിദേശത്തേക്ക് പോലും കമ്പനി വളർന്നിരിക്കുക. അതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ മൂക്കുകുത്തി വീഴാൻ പോകുന്നത്? അതൊരിക്കലും സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ വരും. അനന്യ,
നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇത്. മുമ്പ് നമുക്ക് സ്ട്രോങ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ഡീൽസ് ശ്രീരാഗിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പേരിൽ നിർത്തിവെച്ചു. അതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഓ സോറി ബോർഡ് മെമ്പർ സർ, നോട്ട് അഗെയിൻ. ഈ ന്യൂസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയല്ല. ദാറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. മോത്തി, ലെറ്റ്സ് സീ യുവർ പ്ലാൻ. രവികാന്ത് അനന്യയുടെ മുത്തച്ഛന്റെ കാലം മുതൽ ബോർഡ് മെമ്പർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. അയാളുടെ കൂടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അനന്യയുടെ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ കാരണം. പക്ഷേ ശ്രീരാഗിന്റെ വരവോടെ രവികാന്തിന് ഒരു വോയിസും ഇല്ലാതെയായി. ഇതൊന്നും അറിയാതെയാണ് അഭിനവ് അനന്യയുടെ ഓഫീസിലേക്ക് കയറി വന്നത്. ഗുഡ് മോർണിംഗ് മിസ്സിസ് ലോബോ. വാട്ട് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മൺഡേ. എന്തുണ്ട് വിശേഷം? എന്താ ഈ ഓഫീസ് മുഴുവൻ ഡള്ളായിട്ടിരിക്കുന്നത്? നീ ഭർത്താവ് ഉദ്യോഗം നോക്കി വീട്ടുജോലി ചെയ്തിരുന്നാ മതിയോ? ഇടയ്ക്ക് ന്യൂസും ചുറ്റും നടക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാര്യയുടെ കമ്പനി മൂക്ക് കുത്തി വീഴാൻ പോകുന്നു. ബിസിനസ് എല്ലാം തകരാൻ പോവാ. ഞാനിതൊന്നും അറിഞ്ഞില്ല. നീ കാണ്. ഗവൺമെന്റ് ടെൻഡർ ക്യാൻസൽ ആയതുകൊണ്ട് അനന്യ മേനോന്റെ കമ്പനിയുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനന്യ മേനോന്റെ കമ്പനി രക്ഷപ്പെടണമെങ്കിൽ 200 കോടി രൂപ വേണം. അനന്യ മേനോന്റെ ടെൻഡർ ഇപ്പോൾ അഹൂജ ഇൻഡസ്ട്രി കൈക്കലാക്കിയിരിക്കുകയാണ്. ഹലോ മാം, ഐ വിൽ ബ്രിങ് ദ ഫയൽസ് ടു യുവർ ക്യാബിൻ റൈറ്റ് നൗ. എന്നിട്ട് അനന്യ എവിടെ? പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്തൊന്ന് പോയി തരൂ. എനിക്ക് അനന്യയുടെ അടുത്ത് പോണം. ഐ നീഡ് ടു മീറ്റ് ഹെർ റൈറ്റ് നൗ. നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. അനന്യ എവിടെ? കോൺഫറൻസ് റൂമിലുണ്ട്. താങ്ക് യു മാം. അബി പോരുത്. അനന്യ, അനന്യ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കോൺഫറൻസ് റൂമിൽ ഇടിച്ചു കയറി വന്ന അഭിനവനെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മേനോൻ കുടുംബത്തിലെ വെറുമൊരു വേലക്കാരനാണ് അഭിനവെന്ന്. അഭിനവ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. അനന്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും. എന്റെ മുന്നിൽ അതിന്റെ വഴികളുണ്ട്. എനിക്കൊരു അവസരം താ. അഭിനവന്റെ ഈ പെർഫോമൻസ് കണ്ട് ശ്രീരാഗ് അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇത് കോൺഫറൻസ് റൂമാണ്. കമ്പനിയുടെ കാര്യം പറയാൻ വേണ്ടി ഇതിനകത്ത് എങ്ങനെ ധൈര്യം വന്നു? അനന്യ, ആദ്യം നീ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ഇവനെയാ. ഇവനെ എന്ന് പുറത്താക്കുന്നുവോ അന്ന് ഈ കമ്പനി രക്ഷപ്പെടും. അനന്യ, ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. ശ്രീരാഗ് അഭിനവനെ കോൺഫറൻസ് ഹാളിന് പുറത്തേക്ക് ഇറക്കി വിട്ടു. സെക്യൂരിറ്റി, ഇവനെ ഇറക്കി വിട്. സെക്യൂരിറ്റി അഭിനവനെ ഇറക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് നടന്നു വന്നു. സർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് മാറ്റർ. യു ക്യാൻ ഗോ ഇൻസൈഡ് ഫോർ ദ മീറ്റിംഗ്. ശരി, നിങ്ങൾ ഫയൽസ് കൊണ്ടുവന്നല്ലോ, ഇവനെ ഇറക്കി വിട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് കോൺഫറൻസ് ഹാളിന്റെ ഉള്ളിലേക്ക് കയറി. അവനെ വിട്. പിടിച്ച് പുറത്താക്കാൻ അവൻ കള്ളനല്ല. ഈ കമ്പനിയുടെ മുതലാളി അനന്യയുടെ ഭർത്താവാണ്, മേനോൻ കുടുംബത്തിന്റെ മരുമകൻ. അതെല്ലാം നിങ്ങൾ മറന്നുപോയോ? താങ്ക് യു മിസ്സിസ് ലോബോ. നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം അവളുടെ അമ്മ പോലും അവളോട് കാണിക്കുന്നില്ല. യു ഇഡിയറ്റ്, കം വിത്ത് മീ റൈറ്റ് നൗ. നിനക്ക് എങ്ങനെ ഈ കമ്പനിയുടെ ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്? എന്നോട് ആരും ഒന്നും പറയാറില്ല. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. അത് കിട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. എന്ത് ഇൻഫർമേഷനാണ് നിനക്ക് വേണ്ടത്? എനിക്ക് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. അതിനുശേഷം ബാലൻസ് ഷീറ്റും കാണും. അത് കണ്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അബി, നീ എല്ലാം കണ്ടതല്ലേ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്? കമ്പനിയുടെ ഒരു എംപ്ലോയി പോലും നിന്റെ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇങ്ങനെ പോയ എങ്ങനെ കമ്പനി രക്ഷപ്പെടുന്നത്? ആ, നിന്റെ വാക്ക് കേൾക്കുന്ന ഒരാള് ഈ ഓഫീസിലുണ്ട്. ആരാണ്? രവികാന്ത് സർ. അദ്ദേഹം അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ് മേനോന്റെ കാലം തൊട്ട് ഇവിടെയുണ്ട്. അയാൾ അദ്ദേഹവുമായി ഭയങ്കര ക്ലോസ് ആയിരുന്നു. ശ്രീരാഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ വോയിസ് ഇല്ലാതെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ആ രവികാന്ത് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാ. ഓരോ മണിക്കൂറിലും ഓരോ സിഗരറ്റ് വേണം. നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അയാൾ എന്തായാലും സിഗരറ്റ് വലിക്കാൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പോ നീ ഇടിച്ചു കയറി അയാളോട് സംസാരിച്ചാൽ മതി. അയാളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എനിക്കിപ്പോൾ പോണം. ഓൾ ദി ബെസ്റ്റ്. കുറച്ചു നേരം കാത്തിരുന്ന ശേഷം അഭിനവ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ? എന്തുണ്ട് വിശേഷം? ഹലോ അഭിനവ് സാർ, എന്തു പറ്റി വിളിക്കാൻ? എന്നെ കൊണ്ട് എന്ത് സഹായം വേണ്ടത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെറിയൊരു സഹായം വേണം. ഒരു സാധാരണ ഡെലിവറി ബോയ്ക്ക് കേന്ദ്രമന്ത്രിയുമായി എന്ത് ബന്ധമാണുള്ളത്? കേന്ദ്രമന്ത്രി എങ്ങനെയാണ് അഭിനവനോട് ഇത്ര വിനയത്തോടെ സംസാരിച്ചത്? ഫോണിലൂടെ അഭിനവ് തനിക്ക് വേണ്ട സഹായം ആവശ്യപ്പെട്ടു. അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ രവികാന്ത് സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മന്ത്രി സാറ്, ഞാൻ പറഞ്ഞ കാര്യം സീക്രട്ട് ആയിരിക്കും. കാര്യം നടന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ?
രവികാന്ത് സാർ, നിങ്ങളുടെ ഈ കമ്പനിയിൽ DK അസോസിയേറ്റ്സുമായി ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയാ? DK അസോസിയേഷൻസിന് നമ്മുടെ കമ്പനിയുമായി വളരെ അടുപ്പമാണ്. പക്ഷെ അഭിനവ്, നിനക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയാവുന്നത്? അയാൾ അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അഭിനവ് അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ രവികാന്ത് അയാൾ വലിക്കാൻ വെച്ചിരുന്ന സിഗരറ്റ് അകത്തേക്ക് വെച്ച് അഭിനവിനെ കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എടാ ദരിദ്രവാസി അഭിനവ്, നീ ഇതുവരെ പോയില്ലേ? ശ്രീരാവ്, ബിഹേവ് യുവർ സെൽഫ്. അനന്യ, നമുക്ക് അഭിനവിന് ഒരു അവസരം കൊടുക്കാം. ഹി ഹാസ് എൻ എക്സലന്റ് പ്ലാൻ. പ്ലാനോ? പാലാരി വട്ടത്ത് തട്ടുകട ഇടാനുള്ള പ്ലാൻ ആയിരിക്കും. എടാ ശ്രീരാഗേ, നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് ഈ കമ്പനിയിലുണ്ട്. നിങ്ങൾ അഭിനവ് പറയുന്ന ഒന്ന് കേൾക്ക്. ഹി ഹാസ് എ പോയിന്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെന്താ അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോ? എല്ലാവരും കൂടി അഭിനവിനെ കളിയാക്കിയപ്പോൾ അനന്യ അവളുടെ മുത്തച്ഛൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞത് ഓർത്തു. മോളെ, നിന്നെ കൊണ്ട് അഭിനവിനെ കല്യാണം കഴിപ്പിച്ചതില് മുത്തച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അവൻ നിനക്ക് ഏറ്റവും നല്ല പാർട്ട്ണറായിരിക്കും. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും അവൻ മാത്രമേ നിനക്കെന്നും കൂട്ടായിട്ടുണ്ടായിരിക്കുള്ളൂ. മുന്നിൽ നടക്കുന്ന വഴക്ക് കൂടിയപ്പോൾ അനന്യ ദേഷ്യത്തിൽ എഴുന്നേറ്റു. ശ്രീരാഗ്, മര്യാദയ്ക്ക് സംസാരിക്കേ. ഈ കമ്പനി നിന്റെ അല്ല, എന്റെയാ. എല്ലാ ഡിസിഷൻസിന്റെയും വീറ്റോ പവർ എന്റെ കയ്യിലാ. സിറ്റ് ഡൗൺ. അഭിനവ്, ഇരിക്കെ. നീ പറ. അനന്യ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ അഭിനവന് സന്തോഷമായി. രവികാന്ത് അഭിനവനെ തന്റെ അടുത്തുള്ള കസേരയിൽ ഇരുത്തി. മുന്നിൽ വെച്ചിരുന്ന വെള്ളം അഭിനവ് കുടിച്ചു. അനന്യ, എനിക്ക് ആദ്യം കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഡീറ്റെയിൽസ് വേണം. എല്ലാത്തിനും പുറമെ എനിക്ക് ബാലൻസ് ഷീറ്റും കാണണം. അത് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ദിസ് ഈസ് ടു മച്ച്. നമ്മൾ അങ്ങനെ ഇതുവരെ ആരോടും കമ്പനി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല. മോഹിത്, ഫയല് അഭിനവിന് കൊടുക്ക്. നീ ഇപ്പോഴും ഈ പൊട്ടന്റെ വാക്ക് വിശ്വസിക്കുകയാണോ? പാസ് ദ ഫയൽ. ശ്രീരാഗ്, വൈ ഡോണ്ട് യു മൈൻഡ് യുവർ ലാംഗ്വേജ്? അഭിനവ് എന്റെ ഭർത്താവാന്ന കാര്യം നീ എന്താ ഓർക്കാത്തെ? 2 വർഷത്തിന് ശേഷമാണ് അനന്യ അഭിനവനെ തന്റെ ഭർത്താവായി പൊതുസ്ഥലത്ത് വെച്ച് അംഗീകരിക്കുന്നത്. അതവന് കൂടുതൽ സന്തോഷം നൽകി. ഓഡിറ്റർ കൊടുത്ത ഫയൽ അഭിനവ് പരിശോധിക്കാൻ തുടങ്ങി. അനന്യ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നീ എന്ത് തേങ്ങയാ പറയുന്നത്? ഇത് ചുമ്മാവിന്റെ ഷോയാ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ കമ്പനി തകരുന്നത് നീ എങ്ങനെ തടയുമെന്ന് ആദ്യം പറ. നീ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഷെയർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യാൻ പോവാ. ബ്രില്യൻ്റ് ഐഡിയ. നീ എന്താ വിചാരിച്ചേ? ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്നാണോ നീ കരുതിയത്? അഭിനവ്, നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാ. ഓൾ റൈറ്റ്, ലെറ്റ് മീ മേക്ക് എ കോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് ഫോൺ എടുത്ത് വിളിച്ചു. അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് കോൺഫറൻസ് ഹാളിലിരുന്ന് അനന്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി. മിസ്റ്റർ വിക്രം, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. DK കമ്പനി ഫണ്ടിൽ നിന്ന് 500 കോടി ഞാൻ പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം DK കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുമായി മെർജ് ആയി എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഉടനെ തന്നെ. പിന്നെ നീ അഹൂജ കമ്പനിയുടെ എല്ലാ ഷെയറും ക്യാൻസൽ ചെയ്യും. രവികാന്ത് ഒഴികെ എല്ലാവരും അഭിനവ് പറയുന്നത് കേട്ടുണ്ടായ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ തന്റെ ഭർത്താവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അനന്യയും ആലോചിച്ചു. ഇത്രയും വലിയ കമ്പനി മുതലാളിയുമായി അഭിനവ് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി സംസാരിച്ചതെന്ന് അവൾ ചിന്തിച്ചു. അഭിനവ്, നീ ആരാ? അനന്യയുടെ ഈ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഭർത്താവ് ഉദ്യോഗം നോക്കി നടക്കുന്ന അഭിനവ് എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ കമ്പനിയെ രക്ഷിച്ചത്? 500 കോടി എങ്ങനെയാണ് ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് വന്നത്?
DK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എങ്ങനെയാണ് അനന്യയുടെ കമ്പനിയുമായി ഇത്ര നിസ്സാരമായി മെർജായത്? ഗവൺമെന്റ് ടെൻഡർ അനന്യയുടെ കയ്യിൽ നിന്ന് പോവാൻ കാരണം ശ്രീരാഗും മോത്തിക്കുമാണെന്ന് ശ്രീരാഗ് അറിഞ്ഞു. അയാൾ കാർ പുറത്ത് റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. അയാളെ വെടിവെച്ച റാണ അതേ കാറിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ അച്ഛനും അഭിനവും ഒരിടുങ്ങിയ വഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. മോനെ, വേഗം നടക്ക്. അഭിനവ്, ഞാൻ പറയുന്ന കേൾക്ക് മോനെ. നീ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ അവർ നിന്നെയും കൊല്ലും. ഇല്ലച്ച, അച്ഛനെ ഇവിടാക്കി ഞാൻ പോവില്ല. ശാഠ്യം പിടിക്കരുത് അഭിനവ്. മോനെ, ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്യണം. എല്ലാം നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് സഞ്ജയ് തന്റെ വിരളിൽ നിന്ന് ഒരു സ്വർണ്ണ മോതിരമെടുത്ത് അഭിനവിന് കൊടുത്തു. അതിൽ ടി എന്ന് എഴുതിയിരുന്നു. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അവസാന ശ്വാസം വരെ പോരാടുക. അഭിനവ് പേടിച്ചലറിക്കൊണ്ട് കണ്ണു തുറന്നു. ചൂടിൽ അവൻ വയർത്തൊലിച്ചിരുന്നു. തീവ്രമായി ശ്വസിച്ചുകൊണ്ട് അവൻ കിടക്കയിലിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഇതേ സ്വപ്നം തന്നെ അഭിനവനെ ഹോണ്ട് ചെയ്തു വരികയാണ്. അവൻ ആദ്യം തന്റെ വിരലിലുണ്ടായിരുന്ന മോതിരം നോക്കി, പിന്നെ ബാത്റൂമിലേക്ക് നടന്നു. 18-ാം വയസ്സിൽ തന്നെ അവൻ സ്വന്തമായി സമ്പാദിച്ചായിരുന്നു ജീവിച്ചത്. അവന്റെ ജീവിതത്തിലെ ഏക സന്തോഷം അവന്റെ കാമുകി വൈഭവിയായിരുന്നു. വൈഭവിയെ കാണുമ്പോൾ അവൻ എല്ലാ വേദനകളും മറക്കും. ഇന്നാണ് അവളുടെ പിറന്നാൾ. അവൻ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണണമായിരുന്നു. അങ്കിൾ, ഈ കേക്കിന് എത്രേ? 600. ഈ പേസ്ട്രിക്കോ? 60 രൂപ. അതൊന്ന് എടുത്തോളൂ. കുറച്ച് സമയത്തിനു ശേഷം വൈഭവിയുടെ വീട്ടിലേക്കെത്തിയപ്പോൾ അകത്തുനിന്നും നിറമുള്ള ലൈറ്റുകളും ഉച്ചത്തിലുള്ള മ്യൂസിക്കും കേട്ടു. വൈഭവി, എന്താണിതെല്ലാം? ഇവൻ ആരാണ് വൈഭവി? കാണുന്നില്ലേ? ഡെലിവറി ബോയ്. പക്ഷേ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തതാണല്ലോ, പിന്നെ ഈ പേസ്ട്രി എന്തിനാണ്? ഓ, ഓർമ്മ വന്നോ? ഇതല്ലേ നീ ഡേറ്റ് ചെയ്തിരുന്ന ഡെലിവറി ബോയ്? സീരിയസ്ലി വൈഭവി, നിന്റെ സ്റ്റാൻഡേർഡ് ഇത്രയ്ക്കും കുറഞ്ഞു പോയോ? ബേബ്, ഹാപ്പി ബർത്ത്ഡേ ബേബി. അഭിനവിന് ദേവേന്ദ്രനെ നന്നായി അറിയാമായിരുന്നു. അവനൊരു സമ്പന്നനായ ആളിന്റെ മകനാണ്. വൈഭവിയുടെ ചുറ്റും സദാ അലഞ്ഞു നടക്കാറുണ്ട്. ദേവേന്ദ്രനെ അവിടെ കണ്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. ദേവേന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന വമ്പിച്ച ഗിഫ്റ്റിന്റെ മുന്നിൽ അഭിനവിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പേസ്ട്രി പാക്കറ്റ് ഒന്നുമല്ലാതായി. മതി, ഐ എം ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു. എന്ത്? ഇനി എന്ത്? നിന്നെ പോലുള്ള പാവപ്പെട്ടവരുടെ പേസ്ട്രികൾ എത്ര കാലം ഈ പാവം സഹിക്കും? നീ ചെയ്തത് ശരിയല്ല വൈഭവി. അതിനുശേഷം അഭിനവ് തളർന്ന മനസ്സോടെ കണ്ണുകൾ കലങ്ങി അവിടെ നിന്ന് മടങ്ങി. ദേവേന്ദ്രൻ വൈഭവിയെ ചുംബിക്കുന്ന രംഗം അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അഭിനവ് ഇവിടെ തളർന്ന് റോഡരികിൽ വീണപ്പോൾ വേറൊരു സ്ഥലത്ത് കാറിൽ വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു അർജുൻ മേനോൻ. അദ്ദേഹത്തിന്റെ സഹോദരി അനന്യ ഇപ്പോൾ അയാളുടെ ഉറക്കവും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ മാധവൻ മേനോന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ, അനന്യയെ ഒഴിവാക്കാൻ അർജുൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് അതിന്റെ ഭാഗമായിട്ടാണ് അവൻ കാറിൽ ആളുകളുമായി പുറപ്പെട്ടത്. അർജുന്റെ ആളുകൾ അഭിനവിനെ എടുത്തു. നേരെ റൂം നമ്പർ 409 കൊണ്ടുപോയി. ഇവന്റെ വസ്ത്രം മാറ്റി അവനെ ഈ ബെഡിൽ കിടത്തു. വസ്ത്രം മാറ്റൂ. അവർ ശാന്തമായി അഭിനവിനെ കിടത്തിക്കൊടുക്കുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി അനന്യ ഉറങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ അഭിനവിന്റെ കൈ മൃദുവായ എന്തിലോ ഒന്ന് സ്പർശിച്ചു. അഭിനവ് ഉണർന്നു. അപ്പോൾ അവൻ അറിയാത്ത ഏതോ ഒരു സ്ത്രീയെ കട്ടിലിൽ കണ്ടു. നീ ആരാണ്? നീ എങ്ങനെ എന്റെ റൂമിൽ വന്നു?
നീ എന്നെ എന്താണ് ചെയ്തത്? ഛീ ഛീ ഛീ, ലജ്ജാവഹം അനന്യ. എനിക്ക് നിന്നെ പണ്ടേ വിശ്വാസമുണ്ടായിരുന്നില്ല. എത്ര തവണ മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു, അപ്പോഴൊക്കെ പറഞ്ഞത് എന്റെ അനന്യ അങ്ങനെ ചെയ്യില്ല എന്നാണ്. എന്നാൽ ആ അനന്യ എന്താണ് ചെയ്തതെന്ന് ലൈവായി കാണാൻ മുത്തശ്ശനെ ഞാനിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്ക്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അഭിനവ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ മുത്തശ്ശൻ മാധവൻ മേനോൻ അവിടെ എത്തി. അവരുടെ ദ്വേഷം കൊണ്ട് തന്നെ അവർ വളരെ ധനികരാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. അനന്യയുടെ അവസ്ഥ കണ്ട മാധവൻ മേനോന്റെ കണ്ണുകൾ ചുവപ്പായി. ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. മുത്തച്ഛ, നിങ്ങൾ കരുതുന്നതല്ല നടന്നത്. അനന്യ, നിനക്ക് റൂളുകളെല്ലാം അറിയില്ലേ? നീ അതെല്ലാം ലംഘിച്ചു. ഇല്ല മുത്തച്ഛ, ഇല്ല. നീ മാധവൻ മേനോന്റെ കണ്ണുകൾ അഭിനവിലേക്ക് തിരിഞ്ഞപ്പോൾ അഭിനവിന് ആ കണ്ണുകളിൽ മരണം കാണുന്നുവെന്ന് തോന്നി. നീ എന്റെ കൊച്ചുമോളിനൊപ്പമുണ്ടായിരുന്നു. ഇന്നു മുതൽ ഞങ്ങളുടെ കുടുംബ നിയമപ്രകാരം നീ മേനോൻ കുടുംബത്തിലെ മരുമകനാണ്. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മുത്തച്ഛ, ഒന്നും സംഭവിച്ചിട്ടില്ല. റിയലി? ഒന്നും സംഭവിച്ചിട്ടില്ല? പിന്നെ എന്താണിതൊക്കെ? അഭിനവ് എന്തെങ്കിലും മനസ്സിലാക്കും മുമ്പ് മാധവന്റെ ആളുകൾ അദ്ദേഹത്തെ അടിക്കുവാൻ തുടങ്ങി. മാധവന്റെ പ്രായം കണക്കിലെടുത്ത് അഭിനവ് എല്ലാം കൊണ്ടു നിന്നു. അനന്യ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വൈകുന്നേരത്തെ വിക്രമന്റെ പാർട്ടിക്ക് നല്ല ഡ്രസ്സ് ധരിച്ച് ഇവനും ഉണ്ടാകണം. നിന്റെ കൂടെ ഇവനെയും പാർട്ടിയിൽ കാണണം. എന്തിനാണ് നീ എന്റെ ജീവിതം നശിപ്പിച്ചത്? എന്തിനാണ്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം അവനുണ്ടായിരുന്നില്ല. അവൻ പിന്നീട് വൈകുന്നേരത്തെ പാർട്ടിക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി. മാധവനെക്കുറിച്ചായിരുന്നു അഭിനവിന്റെ ചിന്തകൾ. മാധവനെയും അവന്റെ ആളുകളെയും അവന് ഭയമുണ്ടായിരുന്നില്ല. അനന്യ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് അവൻ കരുതി. അഭിനവിന്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു ബ്ലേസറാണ്. അതവന്റെ അച്ഛൻ്റേതായിരുന്നു. ചില ഭാഗങ്ങളിൽ അത് കീറിപ്പോയിട്ടുണ്ട്. പക്ഷേ അഭിനവ് അത് ധരിച്ചപ്പോൾ അതിൻ്റെ ഭംഗിയിൽ അതെല്ലാം കാണാതായി. അഭിനവിന്റെ ഊഹം ശരിയായിരുന്നു. അനന്യയുടെ വീട് വളരെ വലിയതാണ്. അവൾ ഒരു വലിയ കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളുടെ ചെരുപ്പിന്റെ വില അഭിനവ് ഒരു മാസം മുഴുവൻ വിൽപ്പന നടത്തി സമ്പാദിക്കുന്നതിലും കൂടുതലായിരുന്നു. അനന്യയുടെ കണ്ണുകളിൽ എത്രത്തോളം അവൾ അഭിനവിനെ വെറുക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. പാർട്ടിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് അഭിനവിന് അസ്വസ്ഥതയും തോന്നി. ടെൻഷന്റെ ഇടയിൽ അവൻ തന്റെ അച്ഛന്റെ മോതിരം തിരിച്ചുകൊണ്ടിരുന്നു. ഈ മോതിരം ഒന്ന് വലിച്ചെറിയാമോ? ക്ഷമിക്കണം, ഈ മോതിരം എനിക്ക് വിലപ്പെട്ടതാണ്. വിക്രത്തിന്റെ വീട് ഒരു കോട്ട പോലെയായിരുന്നു. ചുറ്റും തോക്കുമായി ബൗൺസർമാർ ഉണ്ടായിരുന്നു. അനന്യയും അഭിനവും അകത്തേക്ക് കയറിയതും അഭിനവ് ദേവേന്ദ്രനെ കണ്ടു. നീ എന്താണിവിടെ? ഇതെന്റെ ഭർത്താവാണ്. അനന്യ, നിനക്കെന്താ വയ്യേ? ഈ റോഡ് സൈഡിലെ ഊളയെ നീ എന്ത് കണ്ടിട്ടാണ് വിവാഹം കഴിച്ചത്? സൂക്ഷിച്ച് സംസാരിക്ക. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ദേവേന്ദ്രനും ചൂടുപിടിച്ചു. അഭിനവ് ദേവേന്ദ്രനെ അടിക്കാൻ ഓങ്ങിയപ്പോഴേക്കും പാർട്ടി ഓർഗനൈസറായ വിക്രം അവിടെ എത്തി. എന്താണ് ഇവിടെ നടക്കുന്നത്? വിക്രം സാർ, ഇവൻ വിളിക്കാതെയാണ് ഈ പാർട്ടിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വാ. നീ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി?
അത് ആക്ച്വലി ഹീസ് മൈ ഹസ്ബൻഡ്. വിക്രമന് അനന്യയുടെ ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. നിനക്ക് ഈ പാർട്ടിക്ക് ക്ഷണമില്ല. ഞാൻ പോലീസിനെ വിളിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോയിക്കോ. നന്ദി വിക്രം സാർ. അനന്യ, നിനക്കും ഇവനിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. നിൽക്ക്. വിക്രം അഭിനവിന്റെ അടുത്തേക്ക് അവന്റെ മോതിരം നോക്കി ഓടിപ്പോയി. എനിക്ക് നിന്നോട് ഒറ്റയ്ക്കൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ശരി, വരാം. വിക്രം അങ്ങനെ പറഞ്ഞു. അഭിനവിന്റെ കൈ പിടിച്ച് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനന്യ, ദേവേന്ദ്രൻ, അർജുൻ, പാർട്ടിയിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെല്ലാം ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. കുറച്ചുനേരം കഴിഞ്ഞ് അവർ വിക്രമിന്റെ റൂമിലെത്തി. വിക്രം വാതിലടച്ച് അഭിനവിനോട് അടുത്തെത്തി ചോദിച്ചു, നിന്റെ ഈ മോതിരം എനിക്കൊന്ന് കാണണം. എന്തിനാണ്? ഭയപ്പെടേണ്ട, ഞാനത് ചോദിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം നോക്കാനാണ്. ടൈഗർ. ടൈഗർ മോനെ, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവര് നിന്നെ കൊന്നുകളയും. വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ 5 വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു. സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിൽ ആ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട്. ഇല്ലച്ചാ, അച്ഛനെ വിട്ട് ഞാൻ പോവില്ല. അഭിനവ് കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി. വാശി കാണിക്കല്ലേ അഭി, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവരിപ്പോ ഇവിടെ എത്തും. അതിനു മുമ്പ് മോനെങ്കിലും രക്ഷപ്പെടണം. ചോര ഒഴുകുന്ന മുറിവുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് മകനോട് പറഞ്ഞു. വേണ്ട, അച്ഛനില്ലാതെ ഞാൻ പോവില്ല. അച്ഛനും വാ. അഭി പറഞ്ഞത് കേട്ട് സഞ്ജയ് വാത്സല്യത്തോടെ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മോനെ, ഒന്നുകൂടെ അവസാനിക്കാൻ പാടില്ല. അതിന് നീ ബാക്കിയാവണം. ബി എ ടൈഗർ അഭി. വിടർന്ന കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവനെ ഏൽപ്പിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു. മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി. അഭിനവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി. അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു. എങ്കിലും ഇരുട്ടിൽ ആ 5 വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല. സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു. ശത്രുക്കൾ 4 പാടും ചിതറി വീണു. അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു. അച്ഛാ! അഭിനവ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വിയർത്ത് കുളിച്ച് കിതച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഇതേ സ്വപ്നം അഭിനവനെ അലട്ടുന്നു. വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാനേ അന്നവന് കഴിഞ്ഞിരുന്നുള്ളൂ. ബി എ ടൈഗർ എന്നാണ് അച്ഛൻ അവസാനമായി പറഞ്ഞത്. വെറുമൊരു ഡെലിവറി ബോയ് ആയ താൻ എങ്ങനെയാണ് ടൈഗർ ആവുക എന്ന് ഇന്നോളം അവൻ അറിയില്ല. അവൻ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അഭിനവ് രജപുത്ര 18 വയസ്സുവരെ മട്ടാഞ്ചേരിയിലെ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി. ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവന് സുപരിചിതമാണ്. വളരെയധികം യാതന നിറഞ്ഞതാണ് അബിയുടെ ജീവിതം. ആകെയുള്ള ആശ്വാസം കാമുകിയായ വൈഷ്ണവിയാണ്. അവനെപ്പറ്റി എല്ലാം അറിയുന്നവൾ. അവളെ കാണുമ്പോഴാണ് അവൻ തന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത്. ഇന്ന് വൈഷ്ണവിയുടെ ജന്മദിനമാണ്. ജോലി കഴിഞ്ഞ് അവൻ നേരെ ഒരു പരിചയക്കാരന്റെ ബേക്കറിയിലേക്ക് പോയി. രാജേഷേട്ടാ, എനിക്കൊരു കേക്ക് വേണം. വലിയ വിലയുടെയൊന്നും വേണ്ട, ഒരു കൊച്ചു കേക്ക്. അത് കേട്ടതും കടയുടമയൊന്ന് ചിരിച്ചു. വില കുറഞ്ഞതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, 700 ആണ്. നീ ഒരു 500 തന്നിട്ട് എടുത്തോ. അത്രയ്ക്ക് ബഡ്ജറ്റൊന്നും ഇല്ല ഏട്ടാ, അതിലും കുറഞ്ഞത് വേണം. അബി പറഞ്ഞു. എന്നാ പിന്നെ ഈ പേസ്ട്രി എടുത്തോ, 60 രൂപയേ ഉള്ളൂ. തന്റെ കാമുകിയോടൊപ്പം താമസിക്കുന്നതിനായി ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ പണം അനാവശ്യമായി പാഴാക്കാൻ അബി ആഗ്രഹിച്ചില്ല. കടയുടമ പാക്ക് ചെയ്തു കൊടുത്ത പേസ്ട്രിയും വാങ്ങി അബി സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവളെ കാണാനായി പുറപ്പെട്ടു. കാത്തിരുന്ന് വട്ടായിട്ടുണ്ടാവും പാവം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും സമ്മാനം കൊടുക്കാനും താൻ മാത്രമല്ലേ ഉള്ളൂ. അതോർത്തപ്പോൾ
അബിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവളുടെ വീടിന് മുന്നിലെത്തിയ അബിയുടെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതര വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അകത്തുനിന്നും ഉച്ചത്തിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. അതാരാ വൈഷ്ണവി? അതിഥികളിൽ ഒരാൾ ചോദിച്ചു. കണ്ടാലറിയില്ലേ, ഡെലിവറി ബോയാ. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞു. അതൊന്നുമല്ല, ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത്. അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു. മൈ ഗോഡ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി? ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ്? എല്ലാവരും വൈഷ്ണവിയെ കളിയാക്കാനുള്ള അവസരമായി തന്റെ ജോലി ഉപയോഗിക്കുന്നത് കണ്ട് അഭിനവിന് സങ്കടം വന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബ്. പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അത് ദേവനായിരുന്നു. കയ്യിൽ വലിയ സമ്മാനപ്പൊതിയും ഉണ്ടായിരുന്നു. ദേവനെ അഭിനവിന് മുൻപേ അറിയാം. പേര് കേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ്. അവൻ വൈഷ്ണവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനവിന് ദേവനെ ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്കും. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദേവ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതോടെ അതിഥികൾ എല്ലാവരും കൈയടിച്ചു. അവൾ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. നമുക്ക് ബ്രേക്കപ്പ് ആവും മിസ്റ്റർ അഭിനവ്. എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ എന്താ നീ പറഞ്ഞേ? വൈഷ്ണവി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അഭിനവ് ചോദിച്ചു. എന്താ കേട്ടില്ലേ? നിന്റെ കൂടെ ഈ പാതി പേസ്ട്രിയിൽ നിന്ന് ജീവിതം തീർക്കാൻ അവൾക്ക് വയ്യെന്ന് അല്ലേ ബേബി? ദേവൻ വൈഷ്ണവിയുടെ കവിളിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾ ചുംബിക്കുന്നത് കണ്ടു നിൽക്കാൻ അഭിനവന് കഴിഞ്ഞില്ല. കയ്യിലിരിക്കുന്ന പേസ്ട്രി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേവന്റെ അരികിലേക്ക് ഓടി വന്നു. എന്താടാ നീ ചെയ്തേ? എന്റെ പെണ്ണിനെ നീ... അഭിനവന്റെ ചുരുട്ടിയ കൈ ദേവന്റെ മൂക്കിൽ തന്നെ വന്നു പതിച്ചു. അപ്രതീക്ഷിതമായ ആ ഇടിയേറ്റ് അവന്റെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. എടാ, ഇന്ന് നിന്റെ അവസാനമാണ്. ദേവൻ ദേഷ്യത്തോടെ അഭിനവന്റെ നേരെ ചെന്നു. അഭിനവ് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഉടൻ തന്നെ വൈഷ്ണവി അവർക്കിടയിലേക്ക് കയറി നിന്നു. അഭിനവ്, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇത് നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത്. ഇതെന്റെ സ്ഥലമാണ്. ഇവിടെ വന്ന് എന്റെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തിനെ തേടിപ്പോയോ? ആ നിമിഷം തീർന്നു എല്ലാം. പക്ഷേ നിനക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നു. ഞാൻ വെറുതെ... കണ്ണു തുടച്ചുകൊണ്ട് അഭിനവ് അവിടെ നിന്നിറങ്ങി. അവളുടെ മുഖം ഇനി ഒരിക്കലും തന്റെ ഓർമ്മകളിൽ പോലും വരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. വാടകയ്ക്കാണെങ്കിലും വൈഷ്ണവിയോടൊപ്പം ഒരു നല്ല വീട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കൂട്ടിവെച്ച പണത്തിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി. പിന്നെ കൺമുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി ബോധം മറയുന്നതുവരെ മദ്യപിച്ചു. യു ചീറ്റ്, ഐ ഹേറ്റ് യു. തെരുവിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. ബാറിൽ നിന്നും വാങ്ങിയ കുപ്പിയിലെ അവസാന തുള്ളിയും വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ കുപ്പി റോഡിലേക്ക് എറിഞ്ഞുടച്ചു. പെട്ടെന്ന് അഭിനവിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു. പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലൂടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്കിറങ്ങി. അയാളായിരുന്നു സൗരവ് മേനോൻ, കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ. സൗരവ് അഭിനവൻ അല്പനേരം നോക്കി നിന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. തൊട്ടരികിൽ പൊട്ടിച്ചെറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട്. സൗരവിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. ഇവനെ എടുത്ത് കാറിലേക്കിട്, സൗരവ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാതെ ഡ്രൈവർ സൗരവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു, ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരും അല്ലാതാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ. നോക്കിക്കോ, ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും. ഗൂഢമായ ഒരു ചിരിയോടെ സൗരവ് പറഞ്ഞു. ഓക്കെ ബോസ്. ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിന്റെ പുറകിലേക്ക് കയറ്റി. എമറാൾഡ് ഹോട്ടലിലേക്ക് വിട്, ഇനിയുള്ള ജോലി അവിടെയാ, സൗരവ് പറഞ്ഞു. വൈകാതെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നേരം പുലർന്നപ്പോൾ അഭിനവനെ തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടി കിടക്കുന്നു. താനിത് എവിടെയാണെന്നും തനിക്ക് എന്ത് സംഭവിച്ചെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു. ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും
തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റ് ചുറ്റി നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചുപോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യയായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താൻ ആരാ? എങ്ങനെയാ താൻ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അവൾ ഭയപ്പാടോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അഭിനവും പരിഭ്രമത്തോടെ അനന്യയോട് ചോദിച്ചു. അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, ഇവള് ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്കിത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ? കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛൻ എല്ലാം ഏൽപ്പിച്ചത്? എന്നിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ല നീ? സൗരവ് സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തച്ഛ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നൊന്നും അല്ല സത്യം. ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാർ, ആ കുട്ടി പറയുന്നത് ശരിയാ. എനിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ. അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും. ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരിയെടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു. വൈകുന്നേരത്തെ മീറ്റപ്പേ പറയാന്നാ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, സർപ്രൈസ് പൊളിഞ്ഞു. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ ഗ്രാൻഡ് ഡോട്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഇത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. അത് കേട്ടതും അനന്യ ഒരു ഞെട്ടലോടെ മുത്തച്ഛനെ നോക്കി. സാർ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഹരിദേവനെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് വന്നു. ഹരിദേവൻ അഭിനവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു. മിണ്ടിപ്പോവരുത്. കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നീ ഇവളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ ഹരിദേവൻ അഭിനവനോട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്താ നടന്നെന്ന് പോലും അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു. മതി, ഹരിദേവൻ പറഞ്ഞു. അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു. വൈകിട്ടത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനമാണ്. ബാക്കി പിന്നെ സംസാരിക്കാം. മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനന്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന അഭിനവന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിച്ചു. ഹു ആർ യു? വൈ ഡിഡ് യു ചീറ്റ് മീ? നീ എന്തിനാ ഇവിടെ വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിനവന് വ്യക്തമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല, എന്നെ വിശ്വസിക്കേ. അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി. ആരും അവളെ ചതിക്കുകയായിരുന്നു. അതിനിടെ താനും പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവൻ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി. മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം. ഒരു ഭീഷണി പോലെ അവരിൽ ഒരാൾ പറഞ്ഞു. വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അഭിനവ് മനസ്സിലാക്കി. പാർട്ടിക്കിടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ. തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു. സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു. അനന്യ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരവിട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് ഒരു ഫിയാൻസിയായിട്ട് പരിചയപ്പെടുത്തുക എന്നോർത്ത് അനന്യയ്ക്ക് ടെൻഷൻ തോന്നി. തന്നെ ഇവിടുത്തെ വാഴത്തോട്ടത്തെ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല. അയാളുടെ ഒരു വേഷവും ചേരാത്തൊരു മോതിരവും ഇതൊക്കെ 20 കൊല്ലം മുമ്പത്തെ ഫാഷനാ. ആ മോതിരമെങ്കിലും നൂരിക്കള. അനന്യ ദേഷ്യത്തോട് പറഞ്ഞു. ഈ മോതിരം എന്റെ അച്ഛൻ എനിക്ക് തന്നതാ. ഇത് കളയാൻ പറ്റില്ല. അഭിനവ് അനന്യയോട് പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്യും. എന്തായാലും ഞാൻ നാണം കെടുമെന്ന് ഉറപ്പാ. അനന്യ പല്ലിറുമ്മിക്കൊണ്ട് പിറുപിറുത്തു. പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു. അവന്റെ മൂക്കിൽ തലേന്ന് അബിയുടെ കൈ പതിഞ്ഞ സ്ഥലത്ത് ഒരു ബാൻഡേജ് ഉണ്ട്. അഭിനവിനെ കണ്ടതും ദേവൻ അവന്റെ അരികിലേക്ക് ഓടി വന്നു. നീ എന്താടാ ഇവിടെ? റോട്ടിൽ കൂടെ തെണ്ടി നടക്കുന്നവർക്ക് കയറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം, ദേവൻ പറഞ്ഞു. രംഗം കൂടുതൽ വഷളാവണ്ട എന്ന് കരുതി അനന്യ ഇടപെട്ടു. മിസ്റ്റർ ദേവൻ, ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നത്. അനന്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ദേവൻ നിന്നു. അനന്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവൻ ആരാണെന്ന് നിനക്കറിയോ? ഇവനെ വിവാഹം കഴിക്കാൻ പോവാണെന്നോ? നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ദേവൻ അഭിനവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചാടി എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു. നിനക്ക് കെട്ടിയതൊന്നും പോരല്ലടാ. അടുത്ത നിമിഷം ബലിഷ്ഠമായ ഒരു കൈ അഭിനവിനെ തടഞ്ഞു. പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ വിക്രമായിരുന്നു അത്.
SR ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ. മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം. എന്താ ഇവിടെ പ്രശ്നം? വിക്രം അവരെ നോക്കി ചോദിച്ചു. വിക്രം സാർ, ഇവനൊരു ക്രിമിനലാ, അനാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് കേട്ടതും വിക്രം അഭിനവിനെ മൊത്തത്തിലൊന്ന് നോക്കി. നോക്ക് മിസ്റ്റർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നടക്കുന്നത്. ഒരുപാട് VIP ഗസ്റ്റ് ഒക്കെ വരുന്നതാ. അതിനിടയില് ഇങ്ങനത്തെ ഷോയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ. ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ. പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം. ഒട്ടും മയമില്ലാതെ വിക്രം അഭിനവിനോട് ആവശ്യപ്പെട്ടു. അഭിനവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാൽ അത് കേട്ട ഉടനെ അനന്യ പറഞ്ഞു, സോറി സാർ, ഇതിന്റെ ഫിയാൻസിയാ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയേക്കാം. അവൾ അഭിനവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ മോതിരത്തിലെത്തിയത്. ഒരു മിനിറ്റ്, വിക്രം പിന്നിൽ നിന്ന് വിളിച്ചു. അത് കേട്ട് എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വരൂ. വിക്രമിന്റെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും അമ്പരന്ന് പോയി. ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു. അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. മുറിയിൽ കയറി വാതിലടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു, നിന്റെ മോതിരം എനിക്ക് ഊരിത്താ. അത് കേട്ടതും അഭിനവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. എനിക്കതൊന്ന് നോക്കണം, ഞാനിത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, വിക്രം പറഞ്ഞു. അഭിനവ് സംശയത്തോടെ മോതിരം ഊരി വിക്രമിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. വിക്രം മോതിരം തിരിച്ചും മറിച്ചു നോക്കി. അതിന്റെ ഉൾഭാഗത്ത് T എന്ന അക്ഷരം തിളങ്ങുന്നത് അയാൾ കണ്ടു. ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലൊരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. വിക്രമിന്റെ ഹൃദയമിടിപ്പ് കൂടി. നിന്റെ അച്ഛന്റെ പേരെന്താ? അയാൾ ചോദിച്ചു. സഞ്ജയ് രജപുത്ര. അത് കേട്ടതും വിക്രം അഭിനവന്റെ മുന്നിൽ അറിയാതെ മുട്ടുകുത്തി. ടൈഗർ, ഒടുവിൽ ഞാൻ അങ്ങേ കണ്ടെത്തിയിരിക്കുന്നു, നിറഞ്ഞ കണ്ണുകളോടെ വിക്രം പറഞ്ഞു. വിക്രമന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരന്ന് പോയി. തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു. കഴിഞ്ഞ 18 വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം നിന്റെയാണ് മോനെ. നിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ അധ്വാനത്തിന്റെ ഫലം. വിക്രം പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി. ഞാനും നരേന്ദ്രനും നിന്റെ അച്ഛനും കൂടെ കെട്ടിപ്പൊക്കിയതാ MK ഗ്രൂപ്പ്. ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ലായിരുന്നു. നിന്റെ അച്ഛന്റെ പേര് കേട്ടാ മതി എല്ലാവരും വിറയ്ക്കും. പക്ഷേ അദ്ദേഹം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി. ശത്രുക്കളുടെ എണ്ണവും കൂടി. ഡേവിഡ് തരകൻ എന്നൊരാളുണ്ട്, പണ്ടേ MK ഗ്രൂപ്പിന്റെ ശത്രുവാണ്. ഇപ്പോ അയാൾ നിന്നെ കൊല്ലാൻ നടക്കുക. ഞാനും നരേന്ദ്രനും എപ്പോഴും നിന്റെ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നോക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത ഫോട്ടോ. വിക്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു. അഭിനവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ എത്തി നിന്നു. അതിലുള്ള ഓരോരുത്തരെയും വിക്രം അവന് പരിചയപ്പെടുത്തി. ഇത് ഞാൻ, നടുക്കുള്ളത് നിന്റെ അച്ഛൻ സഞ്ജയ്, അടുത്ത് നിൽക്കുന്നത് നരേന്ദ്രൻ. നരേന്ദ്രന്റെ മുഖം കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി. കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത മുഖം. എപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുള്ള അതേ മുഖം. തന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നരേന്ദ്രൻ. അഭിനവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു. അത് കണ്ടതും വിക്രം ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, അഭിനവ് പറഞ്ഞു. ഇപ്പോഴിതൊക്കെ നോക്കി നടത്തുന്നത് നരേന്ദ്രന്റെ മോൻ രോഹന. എന്നെങ്കിലും ടൈഗർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. എല്ലാം നീ ഏറ്റെടുക്കണം. സഞ്ജയ് നിർത്തിയിടത്തു നിന്ന് നീ തുടങ്ങണം, വിക്രം പറഞ്ഞു. അഭിനവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. MK ഗ്രൂപ്പിനെ പറ്റി അവന് മുന്നേ അറിയാം. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം തന്നെയാണത്. കൊച്ചിയിലെ എല്ലാ വലിയ സംരംഭങ്ങളിലും MK ഗ്രൂപ്പ് എന്ന ബിസിനസ് ഭീമന്മാരുടെ ഷെയറുണ്ട്. 1000 രൂപ തികച്ചെടുക്കാനില്ലാതിരുന്ന താനാണ് ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അധിപനാണെന്ന് പറയുന്നത്. പക്ഷെ അവനെ അലട്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുന്നിലുണ്ട്. അഭിനവ് വല്ലാത്തൊരു ഭാവത്തോടെ ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവന്റെ കാതിൽ മുഴങ്ങി. ടൈഗർ അബി, ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് സത്യമാവുന്നതായി അഭിനവിന് തോന്നി. നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ. സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ. ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ടൈഗറിന്റെ മനസ്സിരമ്പി. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു. എനിക്ക് വേറെ ആരുമില്ലല്ലോ,
അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫണേജിലായിരുന്നു. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ. പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹയർ സ്റ്റഡീസിന് പൈസയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു. അഭിനവ് പറഞ്ഞു. 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ. ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ച് എത്ര കാലം നിന്നെ തിരയാൻ പറ്റും? നീ അങ്ങ് വളർന്നു പോയില്ലേ? അഭിനവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു. എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ അറിയുമ്പോ രോഹനും സന്തോഷമാകും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവന് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവന് തോന്നിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്കിൾ, എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അഭിനവ് പറഞ്ഞു. അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. എല്ലാം പഴയതുപോലെ ആവണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ദ ഗെയിം ഈസ് സ്റ്റിൽ ഓൺ, വിക്രം പറഞ്ഞു. തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അഭിനവന് അപ്പോൾ മനസ്സിലായി. വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു. ഇത് 50 കോടി രൂപയുടെ ചെക്ക. ഇത് കൈവച്ചോ. ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം, വിക്രം പറഞ്ഞു. അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി. തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു. എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട. എല്ലായിടത്തും ശത്രുക്കളുണ്ട്. എല്ലാം പറയാനൊരു നല്ല അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക. അഭിനവ് അത് കേട്ട് തലയാട്ടി. ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം സാർ അവനെ തട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ? സൗരവ് ചോദിച്ചു. പാവം, സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല, ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ തന്നെ കളിയാക്കാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത്? അവൾ ചിന്തിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അനന്യ അവരോട് ദേഷ്യപ്പെട്ടു. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ പീസായിട്ട് ചാക്കി കയറി വരും. അപ്പ വിശ്വസിച്ചാ മതി, സൗരവ് പറഞ്ഞു. അത് കേട്ട് ദേവൻ ചിരിച്ചു. പെട്ടെന്ന് വിക്രമന്റെ മുറിയുടെ വാതിൽ തുറന്നു. വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി. ഇവൻ ചത്തില്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഞാനും അത് ആലോചിക്കുന്നു. ഇത്ര നേരം കിട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഓടിക്കാത്തത് മോശമായി പോയി, സൗരവ് പറഞ്ഞു. വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഹായ് ഓൾ, ഇതാണ് മിസ്റ്റർ അഭിനവ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ എൻ്റെ ഒരു പഴയ ഡ്രൈവറുടെ മകനാണ്. വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അഭിനവ് വെറും ഒരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി. എൻജോയ് ദ പാർട്ടി, വിക്രം പറഞ്ഞു. ശേഷം അയാൾ അഭിനവനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി. വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല. അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിക്രം സാറ് കൂട്ടിക്കൊണ്ടുപോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്, അനന്യ പറഞ്ഞു. ഞാൻ ചത്ത നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ടെൻഷനാവുന്നേ? അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു. അയ്യോ, എനിക്ക് ടെൻഷനൊന്നുമില്ല. വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ, അനന്യ പറഞ്ഞു. അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു. അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോടാ, സാറെന്താ പറഞ്ഞേ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി. ഓ അതോ? പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്ന് പേരുള്ള ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും. അവനോടൊന്നും പറയേണ്ടെന്നാ സാറ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചറില്ലാത്ത ഈ ദരിദ്രവാസിയെ പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ. ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്? ഇവനൊക്കെ നമുക്ക് പറ്റിയ ഇരയാണ്, വിട്ടുകളാ. സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഡ്രൈവർ, എന്റെ വീട് ഇവിടെ അടുത്താ, ആദ്യം നമുക്ക് അവിടെ പോകാം.
കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ. അനന്യ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ആ വിചാരം 8 മടക്കി പോക്കറ്റ് വെച്ചോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന്. ഡ്രൈവർ, ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യ്, എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച് കൊണ്ടാക്കിക്കോ. അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചോടാ, ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ മുത്തേ. നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിപ്പോ വാടക വീടായാലും ശരി, തൊഴുത്തായാലും ശരി, അഡ്ജസ്റ്റ് ചെയ്തോണം. അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ. എന്നെ ചതിച്ചവനാ നീ. ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്നെങ്ങാനും മുത്തച്ഛൻ പറഞ്ഞ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്ക് വരും. അതും വെറും ഒരു ജോലിക്കാരനെ പോലെ. അങ്ങനെ നിന്നാ മതി, മനസ്സിലായല്ലോ? അനന്യ പറഞ്ഞു. അത് കേട്ട് അഭിനവ് ചിരിച്ചതേ ഉള്ളൂ. നീ എങ്ങനെ എന്റെ ബെഡിലെത്തിയത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇമാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല. ഇത് നിനക്കുള്ള കൊട്ടേഷനാ. അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി. അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനന്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി. അഭിനവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു. വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി. അടുത്ത ദിവസം അലാറം മുഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു. തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമിനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി. ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി. സിറ്റി ട്രാഫിക്കിൽ 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത്. പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവിനേക്കാൾ ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ്. അയാൾക്ക് കീഴ്ജീവനക്കാരുടെ പുച്ഛമാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ്. ഹലോ ഡെലിവറി ബോയ്, ഹരീഷ് ഉറക്കെ വിളിച്ചു. അഭി കൂട്ടുകാരനാണെന്ന ഭാവമൊന്നും ഹരീഷിനില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അഭിയെ അപമാനിക്കും. ബോസ് നിന്റെ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ പോയി കിടക്കരുതണ നീ. നിന്റെ അച്ഛന്റെ കല്യാണമായിരുന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു. പക്ഷെ അത് കേട്ടത് അഭിയുടെ ചോര തളച്ചു. അവൻ മുഷ്ടി ചുരുട്ടി. തനിക്ക് വരാനാവില്ല എന്ന് അഭി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിനെ വിളിച്ചു പറഞ്ഞിരുന്നു. തന്റെ ലീവ് ഹരീഷ് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവനറിയാം. ഒന്നും മിണ്ടാതെ അഭി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു. അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവന് ദേഷ്യത്തോടെ നോക്കി. അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തിനാണാവോ ഇന്ന് സാറ് എഴുന്നള്ളിയത്? ബോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല. എന്താ സാർ? അവൻ ചോദിച്ചു. അല്ല, ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സാറാണല്ലോ. അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും. ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റ ഒരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ? തന്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു. പക്ഷെ സാർ, എനിക്ക് മാസത്തിൽ 1 ക്യാഷ് ലീവ് ഇല്ലേ? ഞാൻ ഇതിനു മുമ്പ് ലീവൊന്നും എടുത്തിട്ടില്ല. പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ. അഭിനവ് പറഞ്ഞു. നിനക്ക് ലീവ് തരണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയൊന്നുമല്ല. അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ബോസിനെ തുറിച്ചു നോക്കി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നേ? ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത്. ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട. പകരം ഞാൻ വേറെ ആളെ വെച്ചു. കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, ബോസ് പറഞ്ഞു. അത് കേട്ട് അഭിനവിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും തന്റെ ജോലിയും നഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത്. ശരി സാർ, ഇതുവരെയുള്ള സാലറി തന്ന ഞാൻ പൊയ്ക്കോളാം, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്തോ? എങ്ങനെ? ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തിൽ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല. കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. എന്റെ ഒരു മര്യാദ വെച്ച് അത് ഞാൻ ചോദിക്കുന്നില്ല. മിണ്ടാതെ സ്ഥലമിടാൻ നോക്ക്, ബോസ് പറഞ്ഞു. സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല. സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, എന്റെ അവകാശമാണ്. അഭിനവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട് ബോസ് പുച്ഛത്തോടെ ചിരിച്ചു. കിട്ടാതെ നീ പോവില്ല അല്ലേ? ശരി, തന്നേക്കാം. അത് പറഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു. അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് 4 ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഈ സാറിന് ശമ്പളം വേണോ അത്രേ? കൊടുത്തു വിട്ടേക്ക്.
ബോസ് കണ്ണിറുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരിൽ ഒരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു. മിന്നൽ പോലെ അബി ആ കൈ തടഞ്ഞു. ഉടൻ തന്നെ 4 പേരും അവനെ ആക്രമിക്കാനായി ചെന്നു. അടുത്ത നിമിഷം അബി മുന്നിലുള്ളയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു. അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു. അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു. അവന്റെ ചലനങ്ങൾ പരിശീലനം സിദ്ധിച്ച ഒരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു. വൈകാതെ തന്നെ ബോസിന്റെ 4 ഗുണ്ടകളും അഭിനവന്റെ അടി കൊണ്ട് വീണു. മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി. താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു. അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് മേശപ്പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു, സാറേ, സാലറി കിട്ടാതെ ഞാൻ പോവില്ല. ഭയന്നുപോയ ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി. അവൻ ചെക്ക് വാങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. 1 മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാറ് മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി. നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം. അഭിനവിന്റെ സംസാരം അധികാര സ്വരത്തിലായിരുന്നു. അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെ അവന് തോന്നി. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.